അതുകൊണ്ട് തന്നെ ആരെല്ലാം നിന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ആരെല്ലാം നിന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിന്നെ ഇഷ്ടപ്പെടുന്ന ഒരു ദൈവമുണ്ട്. ആ തമ്പുരാൻ പറയാ, നിനക്ക് ആകൃതി ഉണ്ടാകുന്നതിന് മുമ്പ് നീ ഒരു ഷേപ്പ്ലെസ് ആയിരുന്നപ്പോൾ, ഒരു മാംസപിണ്ഡമായിരുന്നപ്പോൾ എന്റെ കണ്ണ് നിന്നെ കണ്ടുവോ. നിയമിക്കപ്പെട്ട നാളുകളിൽ നീ ഒന്നുമില്ലാതിരുന്നപ്പോൾ തമ്പുരാൻ നിന്നെ കുറിച്ച് അവന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. കരമടിച്ച് ആത്മശക്തിയോട് ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുക. എന്റെ ദൈവത്തിനെ കുറിച്ച് അവന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. സന്തോഷത്തോടെ കർത്താവിനെ സൂചിച്ചാട്ടെ. അവിടെ കൊണ്ടുവരുന്നത് യിരെമ്യാ പ്രവചനം 1-ാം അധ്യായത്തിന് 5-6. നിന്നെ നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാക്കിയതിനു മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിന് മുമ്പേ ഇതിനകത്തൊരു സ്പെഷ്യൽ വാക്യം കിടപ്പുണ്ട്. താഴ്ത്തി വായിച്ചോ. ദൈവദാസനെ ആരാണ്ട് തലേ കൈവച്ചപ്പോഴാണ് പ്രവാചകനായെന്ന് പറയുന്നെങ്കിൽ ഇന്നത് ഡിലീറ്റ് ചെയ്തേനെ. നീ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നിന്റെ ജാതികളുടെ പ്രവാചകനായി ഉറിയാക്കോടിന് വേണ്ടി ദൈവം നേരത്തെ നിശ്ചയിച്ചതാ. അതുകൊണ്ട് ഇവിടുന്ന് ആര് മാറ്റിക്കളയണമെന്ന് വിചാരിച്ചാലും, ആരെല്ലാം എതിർത്താലും, ഏത് സംഘടനകൾ ഒറ്റക്കെട്ടായിട്ട് നിന്ന് എന്തെല്ലാം കാണിച്ചാലും തമ്പുരാൻ തീരുമാനിച്ചതായതുകൊണ്ട്, ദൈവം ആക്കിയതായതുകൊണ്ട് അതിനെ പകർത്താൻ പറ്റില്ല. കൃപയുള്ളവൻ ദൈവത്തെ സ്തുതിക്കുക. എന്റെ തമ്പുരാൻ എന്നെ കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. നീ ആരാകണം, നീ എന്താകണം, നീ എങ്ങനാകണമെന്ന് തമ്പുരാൻ മുന്നമേ. യിരെമ്യാവിന്റെ ശുശ്രൂഷ ഒന്ന് വായിച്ച മക്കളെ, അതിന് താഴോട്ട്. ജാതികൾക്ക് പ്രവാചകനെ നിയമിച്ചിരിക്കുന്നു. എന്നാൽ ഞാൻ അയ്യോ യഹോവയായ കർത്താവേ, എനിക്ക് സംസാരിപ്പാൻ അറിഞ്ഞുകൂടാ. ഇത് നമ്മുടെ സ്വഭാവമാണ്. ഇപ്പോഴാണ് ദൂത് പറഞ്ഞത്, എനിക്ക് അതിനുള്ള കഴിവൊന്നുമില്ല. അതെല്ലാരും പറയുന്നതാണ്. സ്വതന്ത്രം അല്ലേ? യിരെമ്യാവ് അങ്ങനെ പറഞ്ഞു. പക്ഷെ കർത്താവ് എന്താ പറഞ്ഞേ? അതിന് യഹോവ, ഞാൻ ബാലൻ എന്ന് നീ പറയരുത്. നീ അങ്ങനെ പറയരുത്. ഞാൻ നിന്നെ അയക്കുന്ന ഏവരുടെയും അടുക്കൽ നീ പോകുകയും. ഞാൻ നിന്നെ അയക്കുന്ന ഏവരുടെയും അടുക്കൽ നീ പോകുകയും. ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും സംസാരിക്കുകയും വേണം. ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെ സംസാരിക്കുകയും വേണം. നീ അവരെ ഭയപ്പെടരുത്. നിന്നെ വിടുവിക്കേണ്ടതിന് ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് യഹോവയുടെ സ്തോത്രം പറഞ്ഞാട്ടെ. അവനൊന്ന് ശ്രദ്ധിച്ചാട്ടെ. ഞാൻ നിന്നോട് കൂടെ, നീ പോകുന്നിടത്ത് ഞാൻ നിന്റെ കൂടെ. ആരെല്ലാം നിന്നെ മാറ്റി നിർത്തിയാലും ഒറ്റപ്പെടുത്തിയാലും, നീ കോളേജിൽ പോയാൽ ഞാൻ നിന്റെ കൂടെ, നീ പഠിക്കാൻ പോകുന്നിടത്ത് ഞാൻ നിന്റെ കൂടെ, നീ ട്രെയിനിൽ കയറുമ്പോൾ ഞാൻ നിന്റെ കൂടെ, നീ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഞാൻ നിന്റെ കൂടെ, നീ ഓഫീസിനകത്ത് ഞാൻ നിന്റെ കൂടെ. യിരെമ്യാവിന്റെ ശുശ്രൂഷ എഴുതിയിട്ടുണ്ട് അവിടെ. എന്നിട്ട് വായിച്ച്. പിന്നെ യഹോവ കൈ നീട്ടി എന്റെ വായെ തൊട്ടു. ഞാൻ എന്റെ വചനങ്ങളെ നിന്റെ വായിൽ തന്നിരിക്കുന്നു. നോക്കുക, നിർമ്മൂലമാക്കുവാനും പൊളിപ്പാനും. ഓരോന്നോരോന്നായിട്ട് വായിക്കണം. ഇച്ചിരി കെട്ടിക്കൂടിയ സാധനമാണ്. എന്തിനൊക്കെയാ? നിർമ്മൂലമാക്കുവാനും. ചില സഭയെ ചെന്നാൽ ചിലതിനെ ആ സഭയെ നിറക്കി വിടാൻ വേണ്ടി അതിനെ വിടുന്നത് അയക്കുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, അങ്ങനൊരു ശുശ്രൂഷ ഉണ്ടോ? ഉണ്ട്. വസ്തിയെ ഇറക്കി വിടണം. വസ്തി പോകണം. വസ്തി പോകണം. വസ്തി പോയാൽ ആ കസേര ഫ്രീ ആകത്തുള്ളൂ. വസ്തി പോയാൽ ഒരു കസേര നമുക്ക് സഭയ്ക്കകത്ത് ഫ്രീ ആകും. ആ സഭയിൽ എസ്തേർ വന്നിരിക്കും. കൃപയുള്ള ദൈവത്തെ സൂചിച്ചാട്ടെ. ചിലത് നിർമൂലമാക്കുവാനും ഇല്ലാതാക്കുവാനും പൊളിക്കണം. ചിലത് ചിലത് പൊളിക്കണം, നശിപ്പിക്കാനും. ചിലതൊക്കെ
ഇനി ഒരിക്കലും സഭയ്ക്കകത്ത് കയറാൻ പാടില്ല. അന്ധകാരത്തിന്റെ ക്രിയകളെ തകിടിന്റെ മേൽ കളം വരച്ച് ജനത്തിന് വിരോധമായിരിക്കുന്ന മന്ത്രവാദ ശക്തികളെ, ആഭിചാരത്തിന്റെ കോട്ടകളെ, അതിനെ തകർക്കാൻ, അതിനെ നശിപ്പിക്കുവാൻ ഒരു ദൈവദാസനെ സഭയ്ക്കകത്തേക്ക് നീ അയക്കുന്നത്, നിന്നെ അയക്കുന്നത്. ആമേൻ. എനിക്ക് അതിനകത്ത് ഇഷ്ടമുള്ളൊരു വാക്കുകൂടുണ്ട്, അതുകൂടെ വായിച്ചത് നിർത്താം. ഇടിച്ചു കളയുവാനും പണിയുവാനും പണിയുവാനും, ആ വാക്കാണ് എനിക്ക് ഇഷ്ടം. എന്തുകൂടെ പണിയുവാനും. ചില സഭയെ ശുശ്രൂഷിക്കാൻ കീറിയിട്ടിട്ട് പൊക്കളയും, പിന്നെ പിറ്റേ ദിവസം വരുന്ന പുള്ളി വേണം കുത്തി കെട്ടാൻ. അങ്ങനെ പാടില്ല. കീറിയ ഡോക്ടർ തന്നെ കുത്തിക്കെട്ടും. എത്ര പേർക്ക് മനസ്സിലായി? തമ്പുരാൻ ഒരു സഭയ്ക്കകത്തോട്ട് നമ്മളെ അയക്കുന്നത് അവൻ ഇടിച്ചിട്ടേച്ച് പോകാനല്ല, പണിതിട്ടേ പോകാൻ പാടുള്ളൂ. നീ ഇടിച്ചിടം മുഴുവൻ പണിതിട്ടേ പോകാൻ പാടുള്ളൂ. 3 ദിവസത്തെ ഉപവാസം ഒരു സഭ വെച്ചു. വന്ന പ്രവാചകന്റെ സബ്ജക്ട് ദാവീദും ഗോലിയാത്തുമാണ്. എന്തുവാ? ദാവീദും ഗോലിയാത്തും. 3-ാമത്തെ ദിവസം ഉച്ചയായിട്ടും ഗോലിയാത്ത് മരിച്ചിട്ടില്ല. എന്ത് ചെയ്തിട്ടില്ല? ദാവീദ് വരുന്നു, കവണെടുക്കുന്നു, കല്ലെടുക്കുന്നു, വെള്ളത്തിൽ ഇറങ്ങുന്നു, ഇങ്ങനെ നിൽക്കുകയാണ് പുള്ളി. അവസാനം ആ സഭയിലെ ഒരു മൂപ്പൻ എഴുന്നേറ്റ് ചോദിച്ചു, ഇന്ന് ഉപവാസം തീരുക, പാസ്റ്ററെ ഗോലിയാത്ത് ഇന്ന് ചാകുവോ? കാരണം ഗോലിയാത്തിനെ കൊല്ലാതെ പോയാൽ അങ്ങനെ ശരിയാണെന്ന്. പുള്ളി 3 ദിവസമായിട്ട് ഗോലിയാത്തിനെ കൊന്നിട്ടില്ല. ഗോലിയാത്ത് എഴുന്നേറ്റ് നിൽക്കുക. എങ്ങനെ മനസ്സിലായോ? തമ്പുരാൻ പറയുക, നിന്നെ അയച്ചത് ഗോലിയാത്തിനെ എഴുന്നേൽപ്പിച്ച് നിർത്താനല്ല, ഗോലിയാത്തിനെ എഴുന്നേൽപ്പിച്ച് നിർത്താനല്ല, ഗോലിയാത്തിനെ തകർക്കാൻ അധിപതനയച്ച എന്ന് പറഞ്ഞാൽ ഏലാത്തടയിലെ കണ്ടത്തെ ഗോലിയാത്തല്ല. അവൻ ലവ് ഓഫ് ജീസസിന് വിരോധമായി ദേശത്ത് എഴുന്നേറ്റ് നിൽക്കുക. ഗോലിയാത്തിന്റെ ശക്തികളെ മുഴുവൻ ഉന്മൂലനം ചെയ്യാൻ, അതിനെ തകർക്കുവാൻ, സഭ പണിയുവാൻ സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാണ്. കൃപയിൽ നിറഞ്ഞ ദൈവത്തെ സ്തുതിച്ചാണ്. പരിശുദ്ധാത്മാവിന്റെ നിറഞ്ഞ ദൈവത്തെ സ്തുതിച്ചാണ്. മകളുടെ പേരെന്ന് പറഞ്ഞ സ്നേഹ. എന്റെ മോടെ പേര് സ്നേഹ. ആരാ നിനക്ക് പേരിട്ട്? അച്ഛനും അമ്മയും. വായിച്ച് അതൊന്ന് തിരുത്തിട്ട് പോവാം. സഭാപ്രസംഗം 6:10. അച്ഛനും അമ്മയാ പേരിട്ട് എന്നാണ് പറയുന്നത്. ഒരുത്തൻ എന്തു തന്നെ ആയിരുന്നാലും അവന് പണ്ടേ തന്നെ പേര് വിളിച്ചിരിക്കുന്നു. മനുഷ്യൻ ഒരുത്തൻ എന്തു തന്നെ ആയിരുന്നാലും അവൻ അപ്പനും അമ്മയും പേർ വിളിച്ചേക്കുന്നല്ല. അപ്പനും അമ്മയും ജനിക്കുന്നതിന് മുമ്പേ നിനക്ക് ഏത് പേരിട്ടൊന്നും ദൈവം തീരുമാനിച്ചു കഴിഞ്ഞു വെച്ചത്. മാതാപിതാക്കൾ പേരിട്ടെന്ന നമ്മുടെയൊക്കെ ധാരണ അല്ല. നമുക്ക് പണ്ട് തന്നെ നമ്മുടെ പേര് ദൈവം തീരുമാനിച്ചിരിക്കുക. നമ്മൾ ആരാകണമെന്നോ, നമ്മൾ എന്താകണമെന്നോ. എത്ര പേർക്ക് ഞാൻ പറഞ്ഞത്, നീ ദൈവത്തിന്റെ വഴികളിൽ തന്നെ നിന്നാൽ, തമ്പുരാന്റെ വചനത്തിൽ തന്നെ നിന്നാൽ, നിന്നെ ആരാക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ആ മണ്ഡലത്തിലേക്ക് നീ പോകും. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. കൃപയിൽ നിറഞ്ഞ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആത്മശക്തിയോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ദൈവം ഉപയോഗിക്കുവാൻ കർത്താവ് ചിലരെ തിരഞ്ഞെടുക്കുന്നു. ഹല്ലേലൂയ. ആ മണ്ഡലത്തിലേക്ക് നമ്മൾ പതുക്കെ യാത്ര ചെയ്യുക. കൃപയുള്ളവരുടെ കൂടെ നിന്നാണ് സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ രാത്രി ഇതിനകത്ത് ചിലരെ തൊടാൻ പോവുക. അസാധാരണമായ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി ഇന്ന് രാത്രി ഇതിനകത്ത് വ്യാപരിച്ചിട്ട് ചിലരെ കർത്താവ് ചിലതിനു വേണ്ടി എഴുന്നേൽപ്പിക്കാൻ പോവുക. അവൻ ഇതിനകത്തിരിക്കുന്നവരെല്ലാം വിചാരിക്കരുത് ഞാനൊരു വിശ്വാസിയാണ്, എനിക്ക് അതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് ധരിക്കരുത്. അങ്ങനെയല്ല. കർത്താവ് നിന്റെ കൃപാവരങ്ങളാൽ നിറയ്ക്കുവാൻ പ്രാർത്ഥിക്കുക. നീ പ്രാർത്ഥിക്കുന്നത് ദൈവപ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവിന്റെ കരം നിനക്ക് അനുകൂലമായി മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ ആത്മാവ് ചിലരെ ഇന്ന് ഈ രാത്രി ഇതിനകത്ത് തമ്പുരാന്റെ കരങ്ങളിലെടുത്ത് അസാധാരണമായി സൂപ്പർ നാച്ചുറലായി ഉപയോഗിക്കേണ്ടതിനായി കർത്തൃ കരങ്ങളെ കേൾപ്പിച്ചു
പ്രാർത്ഥിച്ചാണ്. കൃപയിൽ നിറഞ്ഞ് ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിച്ചാണ്. ജാതീയ രാജാവായ യാബീൻ, ന്യായാധിപന്മാരുടെ കാലത്ത് ഇസ്രായേൽ ജനങ്ങളെ ഒരുപാട് ദ്രോഹിച്ചൊരു പുള്ളിയാണ് ജാതീയ രാജാവായ യാബീൻ. യാബീൻ ഒരു സേനാനായകൻ ഉണ്ടായിരുന്നു. അവന്റെ പേരാണ് സീസരെ. അവന് 900 ഇരുമ്പ് രഥങ്ങൾ ഉണ്ടായിരുന്നു. അവൻ ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുവാൻ എഴുന്നേറ്റപ്പോൾ ഇസ്രായേലിലുള്ള അനേക ആൾക്കാർ മൗനമായിരുന്നപ്പോൾ അതിനിടയിൽ നിന്ന് ഒരു സഹോദരി എഴുന്നേറ്റ് വന്നു. അവളുടെ പേരാണ് ദെബോര. കൃപയുള്ളവർ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങാതെ ഒരു പക്ഷെ ചില സ്ഥലങ്ങളിലൊക്കെ തമ്പുരാൻ ആഗ്രഹിക്കുന്നത് സഭയ്ക്കകത്തും ചില ദെബോരമാർ എഴുന്നേറ്റ് വരാനാ. 900 ഇരുമ്പ് രഥങ്ങളുള്ള സീസരെ ഭയപ്പെട്ടത് ദെബോര എന്ന പെൺകുട്ടിയല്ല, അവരുടെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകമേ. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ദെബോരമാണോ ഇതിനകത്തുണ്ട് ദെബോരമാർ. പ്രാർത്ഥിക്കുന്ന ദെബോരമാർ എഴുന്നേൽക്കട്ടെ, ആരാധിക്കുന്ന ദെബോരമാർ എഴുന്നേൽക്കട്ടെ, കർത്താവിനോട് പ്രയോജനപ്പെടുന്ന ദെബോരമാർ എഴുന്നേൽക്കട്ടെ. നീ പ്രാർത്ഥിച്ചാൽ രാജാക്കന്മാർ കീഴടങ്ങും, നീ പ്രാർത്ഥിച്ചാൽ ദേശം കീഴടങ്ങും, നീ പ്രാർത്ഥിച്ചാൽ ബന്ധനങ്ങൾ അഴിയും. അവന്റെ ഭർത്താവായ പോലും അവൻ ദെബോരയുടെ കൂടെ നിന്നില്ല. പക്ഷെ യഹോവയായ ദൈവം അവൾ എഴുന്നേറ്റ് യുദ്ധത്തിന് തയ്യാറായപ്പോൾ അവന്റെ കൂടെ നഫ്താലി എഴുന്നേൽപ്പിച്ചു, അവന്റെ കൂടെ സെബൂലൂനെ എഴുന്നേൽപ്പിച്ചു. സഭയ്ക്കകത്ത് പ്രാർത്ഥിക്കാൻ ആരാധിക്കാൻ തയ്യാറായി ചിലർ എഴുന്നേറ്റ് വരാമെങ്കിൽ നിന്റെ കൂടെ ഇതുവരെ എഴുന്നേൽക്കാത്ത ചിലരെ ദൈവം എഴുന്നേൽപ്പിക്കുക. ഇതുവരെ എഴുന്നേൽക്കാത്ത ചിലരെ ഇതിനകത്തിരിക്കുന്ന ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന ദെബോരമാർ, ഇരുമ്പ് രഥങ്ങളുള്ള സീസരെമാരെ ഭയപ്പെടുത്തുന്ന ദെബോരമാർ. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ, കൃപയിൽ നിറഞ്ഞ ദൈവത്തെ സ്തുതിച്ചാട്ടെ. അവൻ ഹന്നയുടെ പ്രാർത്ഥന, ഇതിനകത്തുണ്ട് ഹന്നമാർ. എൽക്കാനയുടെ ആശ്വാസങ്ങളും പെനീനയുടെ കുറ്റപ്പെടുത്തലുകളും ഏലി പുരോഹിതന്റെ ശാസനയും. സ്തോത്രം. എല്ലാം ഒരു മാത്തമാറ്റിക്സ് പോലെ ഞാൻ പറഞ്ഞോട്ടെ. അവൻ എൽക്കാനയുടെ ആശ്വാസം പ്ലസ് പെനീനയുടെ കുറ്റപ്പെടുത്തൽ പ്ലസ് അവൻ ഏലി പുരോഹിതന്റെ ശാസന പ്ലസ് ഹന്നായുടെ പ്രാർത്ഥന ശമൂവേൽ പ്രവാചകൻ. അവൻ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി വിളിച്ചു പറയാ, നിന്റെ കണ്ണുനീര് ചിലർ നിന്നെ കുറ്റപ്പെടുത്തുമ്പോൾ ഒരു തെറ്റും ചെയ്യാതെ നിന്നെ അനുഭവിക്കുന്ന ചിലർ ഇതിനകത്തിരുന്ന് കണ്ണു നനഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. നീ ഒരു തെറ്റും ചെയ്യാതെ നീ ചെയ്യാതെ വെറുതെ പലരും കുറ്റപ്പെടുത്തുമ്പോൾ നിന്നെ വേദനിപ്പിക്കുമ്പോൾ അതിനപ്പുറത്ത് ഒരു പ്രവാചകൻ പുറത്തു വരാൻ പോകുക. നിന്റെ പ്രാർത്ഥനയുടെ മറുപടിയായി ദാൻ മുതൽ ബേർശബ വരെ സിംഹഗർജനമായ ശമൂവേൽ എഴുന്നേറ്റ് വരാൻ പോകുക. ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് സഭയോട് ദൂത് പറയാ, പ്രാർത്ഥിക്കുന്ന ഹന്നാമാർ സഭയിൽ എഴുന്നേൽക്കുമ്പോൾ ഇസ്രായേലിൽ ആ കാലത്ത് പ്രവചനം ദൗർലഭ്യമായിരുന്നു. ആ കാലത്ത് പ്രവചനം ദൗർലഭ്യമായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം പറഞ്ഞാട്ടെ. അവൻ ഇവിടെ ദൈവദാസന്മാര് പ്രസംഗിക്കാൻ വന്നാൽ എഴുന്നേറ്റ് അവരോട് ദൂത് പറയാൻ കൃപയുള്ള ദബോരമാർ ഇവിടെ എഴുന്നേൽക്കണം. അവൻ അങ്ങനെയുള്ള ഹന്നാമാർ ഇവിടെ എഴുന്നേൽക്കണം. അവൻ ഒരു ദൈവദാസനെ ശുശ്രൂഷിക്കുമ്പോൾ ഇങ്ങനെ എഴുന്നേറ്റ് വേണം. അഭിഷക്തനെ ദൈവാത്മാവ് ഒരു ദൂത് പറയുന്നു, അഭിഷക്തനോട് പറയാൻ എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് നിന്ന് ദൂത് പറയുന്നവർ
ഈ സഭയ്ക്കകത്ത് എഴുന്നേറ്റ് വരട്ടെ. അങ്ങനെയുള്ള ഹന്നാമാർ എഴുന്നേറ്റ് വരട്ടെ. അങ്ങനെ കൃപയുള്ളവർ എഴുന്നേറ്റ് വരട്ടെ. അസാധാരണമായ ദൈവപ്രവൃത്തി സഭയ്ക്കകത്ത് വെളിപ്പെടാൻ ഇങ്ങനെയുള്ള ആരാധനകൾ വെക്കുന്നത്, പ്രാർത്ഥനകൾ വെക്കുന്നത് നമ്മൾ വെറുതെ കൈയടിച്ച് ആരാധിച്ച് പോകാനല്ല. ചില അപ്ഡേഷൻസ് ഉണ്ടാകണം ജീവിതത്തിൽ, ശുശ്രൂഷയിൽ ചില വ്യത്യാസങ്ങൾ വരുവാൻ. യെസ്, വായിച്ചേ എസ്തേറിന്റെ പുസ്തകം 2-ാം അധ്യായത്തിന് 7-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അവൻ തന്റെ ചിറ്റപ്പന്റെ മകളായ ഇതാരെ കുറിച്ചാ പറയുന്നേ? മൊർദെഖായി. മറന്നുപോകുന്ന ആരെ കുറിച്ചാ? മൊർദെഖായി തന്റെ ചിറ്റപ്പന്റെ മകളായ എസ്തേർ എന്ന ഹദസ്സയ്ക്ക് അമ്മയപ്പന്മാർ ഇല്ലായതുകൊണ്ട് അവളുടെ പേര് നേരത്തെ എസ്തേർ എന്നല്ലായിരുന്നു. എന്തായിരുന്നു? ഹദസ്സ. മറന്നുപോകരുത്. എന്തായിരുന്നു? ഹദസ്സ. അവൾക്ക് അമ്മയപ്പന്മാരില്ലായിരുന്നു. ആമേൻ. അവളെ വളർത്തിയിരുന്നു. മതി. ഒരു കാര്യം ദൂത് ദൈവാത്മാ പറയാ, നീ എവിടെ ഏത് സഭയ്ക്കകത്ത് വളരുന്നോ അതനുസരിച്ചാണ് നിന്റെ കൃപ. ആമേൻ. നീ മൊർദെഖായിയുടെ കീഴിലാണ് വളരുന്നതെങ്കിൽ നീ മോശമായിരിക്കില്ല, സാധാരണക്കാരി ആയിരിക്കില്ല. ഹല്ലേലൂയ. സ്തോത്രം പറഞ്ഞ് തുടങ്ങിയാട്ടെ. മൊർദെഖായിയുടെ പ്രത്യേകത എന്താ? റെട്ടിനകത്തിരിക്കുന്നവനാ. ഒന്ന് പറഞ്ഞേ, റെട്ടിനകത്തിരിക്കുന്നവനാ. റെട്ടിനകത്തിരിക്കുന്ന അപ്പനാണെങ്കിൽ മക്കള് പട്ടിനകത്തിരിക്കും. കൃപയുള്ളവർ ദൈവത്തെ സൂചിച്ചാട്ടെ. അപ്പൻ റെട്ടിനകത്തിരിക്കുന്ന ആളാണെങ്കിൽ എന്ന് പറഞ്ഞാൽ അപ്പൻ ഉപവസിക്കുന്ന ആളാണെങ്കിൽ, അപ്പൻ പ്രാർത്ഥിക്കുന്ന ആളാണെങ്കിൽ മക്കൾ പട്ടിനകത്ത്. അത്താൽ രാജാവിന്റെ പട്ടമകക്ഷിയായി. കൃപയുള്ളവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. കൃപയുള്ളവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. കൃപയുള്ളവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. അവൻ മൊർദെഖായി റെട്ടിനകത്തിരുന്നു, എസ്തേർ പേരിനകത്തിരിക്കുക, പട്ടിൽ പൊതിഞ്ഞിരിക്കുക. ഇനി റെട്ടും പട്ടും കൂടെ ഒരുമിച്ച് ഒരു പായത്തിരിക്കാൻ പോവാ. ആമേൻ. റെട്ടിലിരിക്കുന്ന മൊർദെഖായി പട്ടിനകത്തിരിക്കുന്ന എസ്തേറിനോട് ഒരു പായലിരുന്ന് പ്രാർത്ഥിച്ചു. ഒറ്റ പ്രാർത്ഥന. ആ രാത്രി രാജാവിന് ഉറക്കം വന്നില്ല. ദൈവത്തിന്റെ ആത്മാവ് ഒരു ദൂത് പറയാ, സഭയ്ക്കകത്ത് അവൻ ഒരുമിച്ച് എസ്തേറും മൊർദെഖായും കൂടെ ഒരുമിച്ച് നിൽക്കുമ്പോൾ, ആദ്യം ഞാൻ പറഞ്ഞത് ദബോരയുടെ കാര്യമാ, രണ്ടാമത് പറഞ്ഞത് ഹന്നായുടെ കാര്യമാ. ഇപ്പോൾ ഞാൻ പറയുന്നു മൊർദെഖായിമാരും സഭയിലെ മൊർദെഖായിമാരും സഭയിലെ എസ്തേറുമാരും കൂടെ ഒരു വായൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ അധികാരികൾ ഉറക്കം വരാത്ത രാത്രികളോ. കൃപയുള്ളവർ 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 ആത്മശക്തിയോടെ, കൃപയുള്ളവർ ആത്മശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാണ്. കൃപയുള്ളവർ ആത്മശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാണ്. അവൻ നമ്മുടെ മനോഭാവത്തിന് മാറ്റം വേണം. എന്തിനു മാറ്റം വേണം? മനോഭാവത്തിന് മാറ്റം വേണം. എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? യേശു ക്രിസ്തുവിന്റെ കൂടെ 3.5 വർഷം നടന്നയാളാണ് തോമസ് ലീഹ. ആര്? സെന്റ് തോമസ്. യേശു ക്രിസ്തുവിന്റെ കൂടെ 3.5 കൊല്ലം. ഇപ്പോഴും പുള്ളിക്കൊരു സ്വഭാവമുണ്ട്, കണ്ടാലേ വിശ്വസിക്കും. 3.5 കൊല്ലം കൂടെ നടന്നെങ്കിൽ പുള്ളി എങ്ങനെ വിശ്വസിക്കും? കണ്ടാലേ വിശ്വസിക്കൂ. എന്നാൽ യേശു ക്രിസ്തുവിലൂടെ ഒരു ദിവസം പോലും നടന്നിട്ടില്ലാത്ത രക്തസ്രാവക്കാരി കാണാതെ വിശ്വസിച്ചു. ഇതിവിടുത്തെ പ്രശ്നം മനോഭാവത്തിന്റെ പ്രശ്നമാണ്. ഞാൻ ചോദിക്കുന്നത്, കണ്ടാലേ വിശ്വസിക്കത്തുള്ളൂ, കാണാതെ വിശ്വസിക്കൂ? മിണ്ടാതിരുന്ന് വിശ്വസിക്കും. എനിക്ക് മനസ്സിലായി. കാരണം വാർത്തർക്കുന്നില്ലല്ലോ. കണ്ടാലേ വിശ്വസിക്കണം, മിണ്ടാതിരുന്ന് വിശ്വസിക്കും. സ്തോത്രം. ഞാൻ ചോദിക്കുന്നത്, കണ്ടാലേ വിശ്വസിക്കത്തുള്ളൂ? അല്ല, കാണാതെ വിശ്വസിക്കുന്നവൻ ഭാഗ്യവാൻ. കാണാതെ വിശ്വസിക്കുന്നവൻ ഭാഗ്യവാൻ. സ്തോത്രം പറഞ്ഞാട്ടെ. ഇവിടെ മനോഭാവത്തിന് എനിക്ക് രക്തസ്രാവക്കാരി ഭയങ്കര, ആ പുള്ളിക്കാരുടെ മനോഭാവം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ സംഭവം എങ്ങനെയാണെന്നറിയുമോ? ആമേൻ. ഈ യായിറോസ് എന്ന് പറയുന്ന ഒരാള്, അവൻ യേശുവിന്റെ അടുക്കൽ വന്നു. മർക്കോസ് 5:22. യായിറോസ് എന്ന പേരുള്ള ഒരുത്തൻ വന്ന് അവനെ കണ്ട് കാൽക്കൽ വീണു. അവനെ കണ്ടിട്ട് അവന്റെ യേശുവിന്റെ കാൽക്കൽ വീണു. എന്റെ കുഞ്ഞുമകൾ അത്യാസനം. യായിറോസ് ആരാ? ഒന്ന് പറ. ഞാൻ ഇതുവരെ എംപോസിഷൻ ഒന്നും ഇട്ടില്ല. അത് എന്റെ ഒരു മര്യാദ. സാധാരണ ഒരു 5 എണ്ണം ഇട്ടിട്ട് പോകുന്നതല്ല. യായിറോസ് ആരാണെന്ന് 100 പ്രാവശ്യം ഇല്ല. എന്ന് എംപോസിഷൻ ഇട്ടില്ല. ഇവിടെ എന്നാൽ ഇതുവരെ ഞാൻ ഇട്ടില്ല. യായിറോസ് ആരാ? പള്ളിപ്രമാണിയുടെ ജോലി എന്താ? പ്രധാനമായിട്ടും പള്ളിയിൽ വരാത്തവരുടെ പേര് വെട്ടുന്ന ആരാ? പള്ളിപ്രമാണിയാ.
പള്ളി ഇതുമായിട്ട് വരാതിരിക്കുന്നവരുടെ പേര് വെട്ടുന്നത്. ചില ആൾക്കാർക്ക് പള്ളി കയറാൻ പറ്റുകയില്ല. ചില ആൾക്കാർ പള്ളി കയറാൻ, അതായത് യഹൂദന്റെ പള്ളിയിൽ മുടന്തൻ കയറാൻ പാടില്ല, കുരുടൻ കയറാൻ പാടില്ല, അവരൊന്നും കയറാൻ പാടില്ല. അതുപോലെ രക്തസ്രാവക്കാരി ദേവാലയത്തിൽ കയറാൻ പാടില്ല. അപ്പോൾ രക്തസ്രാവക്കാരിയുടെ പേര് വെട്ടിയത് ആരാണ്? പള്ളി പ്രമാണി. ആ പള്ളി പ്രമാണി ഒരു ആപ്ലിക്കേഷൻ കൊടുത്ത് യേശുവിന്റെ കാലെ വീണിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ കിട്ടിയോ? എൻ്റെ മകള് 12 വയസ്സുണ്ട്, മരിപ്പാറായിരിക്കും, ഇങ്ങനെ നിൽക്കുമ്പോൾ എന്ത് സംഭവിച്ചു? വായിച്ചേ. എന്റെ കുഞ്ഞുമകൾ അത്യാസനത്തിലിരിക്കുന്നു, അവൾ രക്ഷപ്പെട്ട് ജീവിക്കേണ്ടതിന് നീ വന്ന് അവളുടെ മേൽ കൈവയ്ക്കണമേ എന്ന് വളരെ അപേക്ഷിച്ചു. ഇതാണ് ആപ്ലിക്കേഷൻ. കർത്താവിന്റെ കയ്യിലോട്ട് ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് കൂടി നിൽക്കുകയാണ്. അന്നേരം അവൻ അവനോട് കൂടെ പോയി വലിയ പുരുഷാരവും പിൻചെന്ന് അവനെ തിക്കിക്കൊണ്ടിരുന്നു. 12 സംവത്സരമായിട്ട് രക്തസ്രാവമുള്ളവളായി പല വൈദ്യന്മാരാലും ഏറിയൊന്ന് സഹിച്ച് തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായി തീർന്നിരുന്ന ഒരു സ്ത്രീ യേശുവിന്റെ വർത്തമാനം കേട്ട് അവന്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞു പുരുഷാരത്തിൽ കൂടി പുറകിൽ വന്ന് അവന്റെ വസ്ത്രം തൊട്ടു. ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഇടയിൽ കൂടെ ക്യൂ തെറ്റിച്ച് ഒരു പെണ്ണുപിള്ള കയറി യേശുവിനെ ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് അവിടെ നിൽക്കുകയാണ്. ഇതിനിടയിൽ കൂടെ ക്യൂ ഒന്നും നോക്കാതെ, ലൈൻ ഒന്നും നോക്കാതെ ഒരു ഇടയിൽ കൂടെ കയറി. എന്താ അവള് ക്യൂ നോക്കാഞ്ഞേ? അവള് രക്തസ്രാവക്കാരിയാണ്, യഹൂദന്മാരെ തൊടാൻ പാടില്ല, അവൻ പ്രത്യേകിച്ച് പുരുഷന്മാരുടെ ദേഹത്ത് തൊടാൻ പാടില്ല. അതുകൊണ്ടാണ് യേശുവിന്റെ വസ്ത്രത്തിൽ അവള്, അതാണ് അവിടെ മനോഭാവം. ആമേൻ. ഹല്ലേലൂയ. ക്ഷണത്തിൽ അവൾക്ക് സൗഖ്യം വന്നു. ക്ഷണത്തിൽ സൗഖ്യം. ഇതെങ്ങനെ സൗഖ്യം വന്നെന്ന് ആർക്കെങ്കിലും അറിയാമോ? ഇത് ഉപദേശിമാര് ചുമ്മാ പ്രസംഗിച്ച ആൾക്കാരെ കുഴപ്പം ഉണ്ടാക്കുന്നൊന്നുമല്ല. എങ്ങനെ സൗഖ്യമെന്നറിയാം? എവിടെ അവൾ തൊട്ടാൽ? ആമേൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ കീമോതെറാപ്പി എന്ന്? കേട്ടിട്ടുണ്ടോ? എന്താ കീമോതെറാപ്പി എന്ന് പറഞ്ഞാൽ? പ്രകാശരശ്മികൾ ഒരു മനുഷ്യന്റെ ശരീരത്തിലൂടെ കടത്തിവിട്ട് അകത്തെ രോഗത്തെ സൗഖ്യമാക്കുന്ന രീതിക്കാണ് എന്ത് പറയുന്നത്? കീമോതെറാപ്പി. അപ്പോൾ യേശുവിന്റെ വസ്ത്രത്തിൽ ഇവിടെ തൊട്ടപ്പോൾ എന്തുണ്ടായി? സൗഖ്യമുണ്ടായി. മനസ്സിലായോ? ഇനി 104 സങ്കീർത്തനം 2-ാം വാക്യം വായിക്കുമ്പോൾ കറക്റ്റ് ഇതിന്റെ ഉത്തരം അവിടെ കിടപ്പുണ്ട്. 104-ാം സങ്കീർത്തനം 2-ാം വാക്യം അത് വായിക്കുമ്പോൾ ആ ഉത്തരം അവിടെ കിടപ്പുണ്ട്. വസ്ത്രം ധരിക്കുമ്പോൾ നീ പ്രകാശത്തെ ധരിക്കുന്നു. വായിച്ചു കഴിഞ്ഞല്ലോ, വിഷയം വായിച്ചു കഴിഞ്ഞല്ലോ. വസ്ത്രം ധരിക്കുന്ന പോലെ എന്ത് ധരിച്ചിരിക്കുന്നു? പ്രകാശത്തെ ധരിച്ചിരിക്കുന്നു. അപ്പൊ യേശു ധരിച്ചിരിക്കുന്നത് എന്തുവാ? പ്രകാശം. അവൾ തൊട്ടത് എന്തല്ല? അപ്പൊ എന്താ അവിടെ നടന്നേ? കീമോതെറാപ്പിയോ? എത്ര പേർക്ക് പിടികിട്ടി? എത്ര പേർക്ക് അർത്ഥം പിടികിട്ടി? അവൻ യേശുവിന്റെ വസ്ത്രത്തിൽ അവിടെ തൊട്ടപ്പോൾ അവൻ യേശുവിൽ നിന്ന് പുറപ്പെട്ട പ്രകാശരശ്മികൾ. കീമോതെറാപ്പി കണ്ടുപിടിച്ചിട്ട് കുറച്ചു നാളെയായുള്ളൂ. പക്ഷെ 2000 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ പ്രാണനാഥന്റെ വസ്ത്രത്തിൽ തൊട്ട യേശുവിന്റെ വസ്ത്രം അത് പ്രകാശമാണ്. അവൻ ലോകത്തിന്റെ വെളിച്ചമാണ്. അവൻ നീതി സൂര്യനാണ്. എല്ലാ പ്രകാശരശ്മി അവന്റെ ഉണ്ട്. കർത്താവിൽ നിന്ന് പോയതാ ബാക്കി എല്ലാം. ഹല്ലേലൂയ. ക്ഷണത്തിൽ. അതുകൊണ്ടാണ് യേശു പറഞ്ഞ് എന്നെ തൊട്ടത്. സാധാരണയൊക്കെ നമ്മുടെ തുണിയാൻ ആരെങ്കിലും ഒക്കെ ആൾക്കൂട്ടത്തിൽ തൊട്ടാൽ നമുക്ക് മനസ്സിലാവോ? ഇല്ല. പക്ഷെ യേശു പറഞ്ഞു എന്റെ വസ്ത്രത്തിലല്ല, എന്റെ ശക്തി പുറപ്പെടുന്നത് ഞാൻ അറിഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലായി? യേശുവിന്റെ വസ്ത്രം പ്രകാശമാണ്. പിടികിട്ടിയോ? കർത്താവ് തന്നെ പറയാണ്, എന്നിൽ നിന്ന് ശക്തി റിലീസ് ആകുന്നത് ഞാൻ അറിഞ്ഞു. ആരാണ്ട് എന്നെ ഒന്ന് തൊട്ടിട്ടുണ്ട്. അതെല്ലാരും തൊടുന്ന പോലല്ല. അസാധാരണമായ വിശ്വാസത്തോടുകൂടി എന്നെ ആരോ തൊട്ടിട്ടുണ്ട്. ഇന്ന് ഇതിനകത്ത് ചിലർ യേശുവിനെ തൊടാൻ പോകുക. നിന്റെ മേൽ ദൈവശക്തി നാളുകളായി മാറാത്ത രോഗങ്ങൾ ഇന്ന് രാത്രി മാറട്ടെ. ഇന്ന് രാത്രി മാറട്ടെ. വിശ്വാസത്താൽ ഇന്ന് രാത്രി യേശുവിനെ തൊടാൻ. ഇന്ന് രാത്രി വിശ്വാസത്താൽ ഇന്ന് രാത്രി കർത്താവിന്റെ നാമത്തിൽ
എല്ലാ ഡയബറ്റിക് കൗണ്ടുകൾ നോർമലാകട്ടെ, പ്രഷർ കൗണ്ടുകൾ നോർമലാകട്ടെ, എല്ലാ സിസ്റ്റുകൾ മുഴകൾ മെൽറ്റായി പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഓപ്പറേഷൻ ഇല്ലാതെ എല്ലാ ആന്തരിക രോഗങ്ങൾ സൗഖ്യമാകട്ടെ. വൻകുടൽ ചെറുകുടലുള്ള എല്ലാ അൾസറുകൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ യൂറിനറി ബ്ലാഡർ സ്റ്റോണുകൾ, എല്ലാ കല്ലുകളും മെൽറ്റായി പോകട്ടെ, മെൽറ്റായി പോകട്ടെ. ബ്ലഡിനകത്തെ ഡീവിയേഷനുകൾ മാറട്ടെ. ഇന്ന് ഇപ്പോൾ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ ആത്മാവേ, ദൈവത്തിന്റെ ആത്മാവേ, ദൈവത്തിന്റെ ആത്മാവേ, ജീവിതങ്ങളെ തൊട്ടാൽ സൗഖ്യം, സൗഖ്യം, സൗഖ്യം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യം, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യം. സ്തോത്രം പറഞ്ഞാട്ടെ, കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഇവിടെ ഒരു സംഭവം നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാം. ഈ സമയത്ത് അവിടെ ആയിരുന്നപ്പോണ്ട് പള്ളിപ്രമാണി കിട്ടിയോ? പേര് വെട്ടിയവൻ വെയിറ്റിംഗ് ലിസ്റ്റിലും ഈ രക്തസ്രാവക്കാരിയുടെ പേര് വെട്ടിയവൻ വെയിറ്റിംഗ് ലിസ്റ്റിലും, പേര് വെട്ട് അനുഭവിച്ചവൾ ബ്ലെസ്സിങ്ങിന്റെ ലിസ്റ്റിലും. ഓ, എത്ര പേർക്ക് ആ ദൂതിന്റെ അർത്ഥം മനസ്സിലായി? എത്ര പേർക്ക് ആ ദൂതിന്റെ അർത്ഥം മനസ്സിലായി? നമ്മളെ കേട്ടാ തന്നെ സാധാരണ ഒരു പാസ്റ്ററല്ല, യേശു ക്രിസ്തുവിന് നമ്മൾ ക്യൂ നിൽക്കുക. നമ്മുടെ മുമ്പിൽ കയറിയവരാണ്. ഈവൻ മാവേലി സ്റ്റോറിലോ അവൻ വേറെ എവിടെയെങ്കിലും പോലും മണ്ണെണ്ണ മേടിക്കുന്നതാണ് നമ്മൾ സമ്മതിക്കുമോ? ആരെങ്കിലും കുഴപ്പമില്ല, ഞാനാണ് ക്യൂവിൽ നിൽക്കുന്നത്. എന്ത് വെള്ളം ഉണ്ടാക്കും? നമ്മുടെ കൃപയൊക്കെ അറിയണമെങ്കിൽ ഒരു ക്യൂവിൽ പോകണം. എന്തിനാ ക്യൂവിൽ പോകുന്നത്? കല്യാണത്തിന് ഭക്ഷണം കഴിക്കുന്നത് പോയാൽ മതി. അഭിഷേകമൊക്കെ പ്രാപിച്ചവരുടെ കൃപ എന്ന് കാണണമെങ്കിൽ നിങ്ങൾ ആരോടും പറയാതിരിക്കാമെങ്കിൽ ഞാൻ ഒരു രഹസ്യം പറയാം. ഞാൻ തിരുവനന്തപുരത്ത് പല കല്യാണത്തിനും പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ടേ ഇല്ല. 5ാമത്തെ പന്തിക്ക് സീറ്റ് കിട്ടാതെ ഞാൻ പിന്നെ പോയി. 5 പന്തിയൊക്കെ നിന്ന് നോക്കി, അതിനല്ലേ 5 പന്തിക്ക് നിന്ന് നോക്കി, കിട്ടിയില്ല. പിന്നെ പെണ്ണിന്റെ അപ്പനോട് പറഞ്ഞു, പോട്ട ഇനിയിപ്പോ സമയം ഇല്ലെന്ന് പറഞ്ഞു. അവിടെയൊക്കെയാണ് നമുക്ക് ആൾക്കാരുടെ കൃപ കാണുന്നത്. ഞാൻ നിങ്ങളോട് പറയാം, ഏറ്റവും കുറഞ്ഞ പക്ഷം ഈ സഭയെങ്കിലും നിങ്ങളൊരു കല്യാണത്തിന് പോയാൽ കഴിക്കാൻ പറ്റിയാൽ കഴിക്കാം, കഴിച്ചില്ല വേണ്ട, വഴക്കുണ്ടാക്കി കഴിക്കും. സ്വന്തം പറഞ്ഞ ദൈവത്തെ ഇവിടെ ശ്രദ്ധിച്ച രക്തസ്രാവക്കാരി കയറി തൊട്ടിട്ട്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രക്തസ്രാവക്കാരി കയറി തൊട്ടിട്ട് ആ യായൂറോസ് എന്ത് കൂളായിട്ട് നിൽക്കുക. നമ്മളാണ് സംഭവിക്കുന്നത്. നിൽക്കുക. നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് രക്തസ്രാവക്കാരിയാണ്. കാരണം നമ്മൾ ഈ ക്യൂ ഒക്കെ തെറ്റിച്ച് കയറി തൊട്ടില്ലേ. പക്ഷെ നിങ്ങൾ നോക്കി, യേശുവിനെ യായൂറോസിന് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ആമേൻ. ഒരു ദൂത് പറയാം, നല്ലൊരു ദൂത് പറയാം. ഒരു പക്ഷെ നിനക്ക് മുമ്പേ പലരും സൗഖ്യമാകുകയും അവർക്ക് അത്ഭുതങ്ങൾ നടക്കുകയും അവരനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുമ്പോൾ അസൂയയില്ലാത്തൊരു മനസ്സോടെ നിൽക്കാൻ എത്ര പേര് തയ്യാറുണ്ട്? എത്ര പേർക്ക് പിടികിട്ടിയത് എനിക്കറിയില്ല. ആ യായൂറോസ് നിന്നതുപോലെ നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ നമുക്ക് ലഭിക്കേണ്ട നമ്മുടെ ഊഴം തട്ടിയെടുത്ത്, നമുക്ക് ലഭിക്കേണ്ട ചാൻസ് പോലും തട്ടിയെടുത്ത് സഭയ്ക്കകത്ത് വേറെ ചിലർ അനുഗ്രഹം പ്രാപിക്കുന്നത് പോലെ നമുക്ക് തോന്നിയാൽ അവരോട് അസൂയയില്ലാതെ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് നിൽക്കാൻ മനസ്സുള്ള എത്ര യായൂറോസുമാർ നമ്മുടെ സഭയ്ക്കകത്തുണ്ട്. ആ യായൂറോസിന്റെ മേൽ വ്യാപരിച്ചൊരു കൃപ. രക്തസ്രാവക്കാരി സൗഖ്യമായി. യേശുവിനെ 2ാമത് വിളിപ്പിച്ചു. എന്നെ തൊട്ടതാരും അതൊരു വലിയ കോൺട്രവേഴ്സിയാണ്. അതെന്തിനാ അവൾ സൗഖ്യമായപ്പോ പോയാൽ പോലെ? യേശു എന്തിനാ അവളെ വിളിപ്പിച്ചത്? എന്നിട്ട് അവളോട് പറയാണ്, അവൻ ബാധ ഒഴിഞ്ഞു സ്വസ്ഥയായിരിക്കാം പറഞ്ഞോ. നിങ്ങൾക്കറിയാമോ, അവളെ യേശു വിളിപ്പിച്ചത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ അവർക്ക് രക്തസ്രാവം പിന്നെ വന്നേനെ. കാരണം അവർക്ക് രക്തസ്രാവമേ സൗഖ്യമായുള്ളൂ, ഏത് പോയില്ലായിരുന്നു.
ചിലർക്ക് രക്തസ്രാവം പിന്നെ ബാധയും കൂടെ ഉണ്ട്, അറിയാമോ? പിടി കിട്ടിയില്ല. സ്തോത്രം പറഞ്ഞാട്ടെ, സ്തോത്രം പറഞ്ഞാട്ടെ. വീട്ടിലൊക്കെ 24 മണിക്കൂർ മഴക്കുണ്ടാക്കുന്ന ഒരുതരം ബാധയാണ്. അതൊരു തരം ഭൂതമല്ല, എന്ന ഒരു ബാധയാണ്. അപ്പോൾ രോഗം മാത്രം സൗഖ്യമായ പോരാ, സമയമൽപ്പം ബാധയും കൂടെ മാറണം. ബാധ മാറുമ്പോഴാണ് ബോധം ഉണ്ടാകുന്നത്. സന്തോഷത്തോടെ ബാധ മാറുമ്പോൾ ബോധം ഉണ്ടാകും. ഇനി അവളെ യേശു രണ്ടാമത് വിളിപ്പിച്ച് എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടെന്ന് പറഞ്ഞതിനകത്ത് ഒരു കാര്യങ്ങളുണ്ട്. അല്ലെ, അവൾ ലോകം മുഴുവൻ പറഞ്ഞു നടന്നേനെ. യേശുവിന്റെ തുണിക്കാണ് ശക്തി എന്ന്. പിന്നെ ഇവിടുത്തെ തുണിക്കച്ചവടം നടന്നേനെ. യേശു ഉടുത്ത തുണി, യേശു നനച്ച തുണി, യേശു പുതച്ച തുണി എന്നൊക്കെ പറഞ്ഞു. മനസ്സിലാകുന്നുണ്ടോ? യേശു പറഞ്ഞ തുണിയല്ല, എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടിട്ടുണ്ട്. ഒരു ഉപദേശവും കൂടി യേശു അവിടെ ബോധ്യപ്പെടുത്തി പറഞ്ഞു വിടാൻ വേണ്ടി തിരിച്ചു വിളിച്ചതാണ്. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 49-ാമത്തെ വാക്യം. ലൂക്കോസ് 8:49. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് ഒരാൾ വന്ന്, നിന്റെ മകൾ മരിച്ചുപോയി. നമ്മളാണ് തീർച്ചയായിട്ടും പറഞ്ഞത് ആ ഒറ്റ പെണ്ണുപിള്ളയാണ് അതിന് കാരണം. പറയത്തില്ലേ? കാരണം സുഖമില്ലാതിരുന്നപ്പോഴത്തേക്ക് വന്ന യേശു. ഇപ്പൊ എത്ര സമയമായി? അവളുടെ സൗഖ്യവും അവളെ തിരിച്ചു വിളിച്ച് സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് കുഞ്ഞ് മരിച്ചുപോയി. ഒരു ദൂത് പറയാം, നിന്റെ ആപ്ലിക്കേഷൻ ദൈവത്തിന്റെ കയ്യിൽ നീ കൊടുത്തതാണോ? നീ കൊടുത്തതാണോ? നീ കൊച്ചു മരിച്ചതും നോക്കണ്ട, ഒന്നും നോക്കണ്ട, അവൻ ജീവിപ്പിച്ചിട്ടേ പോകത്തുള്ളൂ. കൃപയുള്ളവൻ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഒരിക്കലായിട്ട് നിന്റെ സങ്കടങ്ങൾ ഈ ആലയത്തിനകത്ത് നീ കയറി കാല് വെക്കുകയോ, ഇതിനകത്ത് നീ വന്ന് ദൈവത്തിന് പറഞ്ഞോ, നിന്റെ പ്രാർത്ഥന ദൈവസന്നിധി നീ വെച്ചതാണോ? തമ്പുരാൻ കൈവിടത്തില്ല, തമ്പുരാൻ നിന്നെ കൈവിടത്തില്ല. നിന്റെ വിഷയത്തിന് പരിഹാരമുണ്ട്, നിന്റെ വിഷയത്തിന് മറുപടിയുണ്ട്. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ, സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ, സന്തോഷത്തോടെ സന്തോഷത്തോടെ നിന്റെ വിഷയത്തിന് മറുപടിയുണ്ട്. ശ്രദ്ധിച്ചേ, ആയായൂസിനെ പോലെ ഉള്ളൊരു മനോഭാവം നമ്മുടെ ജീവിതത്തിൽ, മനോഭാവം ദൈവം നമ്മളെ ഉപയോഗിക്കുവാൻ, ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മളായിത്തീരുവാൻ നമ്മുടെ മനോഭാവങ്ങൾക്കെല്ലാം ഒരു മാറ്റം വരട്ടെ. നമ്മുടെ മനോഭാവങ്ങൾക്കെല്ലാം ഒരു മാറ്റം വരട്ടെ. ഞാൻ ഈ പ്രസംഗത്തിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് വരാം. കർത്താവ് മോശയോട് പറഞ്ഞു, നീ പൊയ്ക്കോ. എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം. നീ പൊയ്ക്കോ, നിന്റെ വായോടുകൂടി ഞാൻ ഉണ്ടായിരിക്കും. ഓ, അടുത്ത വാക്ക് ശ്രദ്ധിച്ചോ. മോശയോട് പറയാണ്, ഞാൻ നിന്നെ ഫറവോന് ദൈവമായി നിയമിച്ചിരിക്കുന്നു. എത്ര പേർക്ക് ആ ദൂതിന്റെ അർത്ഥം മനസ്സിലായോ? ദൈവത്തോട് സ്തുതിച്ചാട്ടെ, കർത്താവിനെ നന്ദിയോടൊന്ന് സ്തുതിച്ചാട്ടെ, കൃപയിൽ നിറഞ്ഞ ദൈവത്തോട് സ്തുതിച്ചാട്ടെ, ആത്മശക്തിയോട് കർത്താവിനെ സ്തുതിച്ചാട്ടെ, ആത്മശക്തിയോട് ആത്മശക്തിയോട് ആത്മശക്തിയോട്. അവൻ ഈ ദേശത്ത് തമ്പുരാൻ ചില സ്ഥലങ്ങളിൽ എന്റെ ദൈവത്തിന് പകരമാണ് ദൈവദാസനാക്കിയിരിക്കുന്നത്. ദൈവത്തിന് പകരമാ ദൈവം ചെയ്യേണ്ടത്. അഭിഷേകത്തിലൂടെ ചെയ്തെടുക്കാൻ ദൈവം ചെയ്യേണ്ടത് അത് വിടുതലുകളാണ്, അത് അത്ഭുതങ്ങളായി മാറാൻ, അത് ദൈവ പ്രവൃത്തിയായി മാറുവാൻ ഈ നാളുകളിൽ മന്ത്രവാദികൾക്ക് കഴിയാത്തത്, ആഭിചാരകന്മാർക്ക് കഴിയാത്തത് തന്റെ ദാസന്മാരോട് ചെയ്തെടുക്കുന്നത് തമ്പുരാന്റെ കരമോ. സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചാണ്. ഉറിയാക്കോട് ദേശത്ത് എന്റെ ദൈവത്തിന് പകരം ദൈവം ചെയ്യേണ്ടത് ചെയ്യാൻ ദൈവം എന്ത് ചെയ്തോ അത് ചെയ്യാൻ. കൃപയുള്ളവർ 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 ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തെ സ്തുതിക്കുക. പരിശുദ്ധമാവ പറയുന്നത് വളരെ വ്യക്തമായ ദൂത. പ്രാർത്ഥിച്ചു. ഈ ദിവസങ്ങളിൽ നടക്കുന്ന ഈ മീറ്റിംഗ് അഭിഷേകത്തിന്റെ ശുശ്രൂഷയ്ക്ക് അപ്ഡേഷനാണ്. ആമേൻ. ധൈര്യമായിട്ട് ചില സ്ഥലങ്ങളിൽ കാല് ചവിട്ടണം. ഒന്ന് ഇടം വലം നോക്കരുത്. ദൈവം സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന പോലെ ദൈവാലോചന എഴുതി കാണിക്കും.
ചില ഉന്നതമായ ഭവനങ്ങളെ തമ്മിൽ തൊടാൻ പോവുക. ദേശത്ത് ചില പാറകൾ ഉടയാൻ പോവുക. ചില പാറകൾ മോശയെ ദൈവം അയച്ചതുപോലെ ചെങ്കടൽ പിളർക്കുന്ന, പാറകളെ ഉടയ്ക്കുന്ന, കാടപ്പക്ഷികളെ പറപ്പിച്ചു കൊണ്ടുവരുന്ന അസാധാരണമായ ദൈവപ്രവൃത്തികൾ പോലെ ഈ ദിവസത്തിൽ തുറക്കാത്ത ചില വാതിലുകൾ നീ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തുറക്കാൻ പോവുക. ഓ, സൗഖ്യമാകാതെ കിടക്കുന്ന ചിലത് നീ കൈവെക്കുമ്പോൾ എഴുന്നേറ്റ് വരാൻ പോവുക. എന്റെ തമ്പുരാൻ അസാധാരണമായ ചിലത്, ദേശത്ത് അസാധാരണമായ ചിലത്, അസാധാരണമായ ഈ ഉറിയാക്കോട് നടക്കുന്ന ഈ പ്രാർത്ഥന തിരുവനന്തപുരം സിറ്റിയിലായിരുന്നെങ്കിൽ കൊള്ളാനെന്ന് പറഞ്ഞല്ലേ? പാസ്റ്റർക്ക് സിറ്റിയിലായിരുന്നെങ്കിൽ നല്ലതാണെന്ന് പറഞ്ഞില്ലേ? ഞാൻ അതൊന്ന് പറഞ്ഞിട്ട് പോവാം. ആമേൻ. ഒരാൾക്ക് ഉപ്പ് വേണം, ഒരാൾക്ക് ഉപ്പ് വേണം. എവിടെ പോയി മേടിക്കും? കറക്റ്റ് ഉത്തരം പറ. കടയിൽ പോയി മേടിക്കാന്നല്ല, അടുത്തുള്ള കടയിൽ പോയി മേടിക്കാല്ല. മക്കൾ അറിയത്തില്ല, എഴുതി വെച്ചു ഉപ്പുള്ള കടയിൽ പോയി മേടിക്കും. അതാണ് എന്റെ കറക്റ്റ് ഉത്തരം. കടയിൽ പോയി ഉപ്പില്ലെങ്കിലോ? ഉപ്പ് ഉള്ള കട. അപ്പോഴാണ് അതിന്റെ കാട്ടാക്കടയിലും ഉപ്പില്ല, ഒരു കടയിൽ ഉപ്പ് ഇല്ല. തമ്പാനൂര് ഒരു കടയിലും ഉപ്പ് ഇല്ല. ഉറിയാക്കോട് ഒരു കടയിൽ ഉപ്പുണ്ട്. ഉറിയാക്കോട് ഒരു കടയിൽ ഉപ്പുണ്ടെന്ന് അറിയാൻ അവൻ ബെൻസ് കാറും BMW-യും അവൻ ലാൻഡ് ക്രൂസറും ഒക്കെ ഉപ്പ് മേടിക്കാൻ എവിടെ വരും? ഉറിയാക്കോട് വരുമ്പോ കൃപയുണ്ടെന്നറിഞ്ഞാൽ, നീ പ്രാർത്ഥിച്ചാൽ വിടുതലുണ്ടെന്നറിഞ്ഞാൽ നിന്റെ വീട് നേടി വരും. നീ എവിടെ ഉണ്ടെന്ന് അന്വേഷിച്ചു. എത്ര പേർക്കാണ് നേരിടുന്ന മനസ്സിൽ എത്ര പേരുണ്ട്? എത്ര പേർക്ക്? അനുഗ്രഹം തേടി പോകണ്ട. ബ്രദറിന്റെ അനുഗ്രഹം ബ്രദറിനെ തേടി വീട്ടിൽ വരും. അതാ കേവലം, അതാ ദൂതം. ആമേൻ. നമ്മുടെ അനുഗ്രഹം തേടി നമ്മൾ പോകണ്ട, നമ്മുടെ വീട്ടിൽ വരും. ഹല്ലേലൂയ. ആമേൻ. ഉടഞ്ഞു പോയ ചില ബന്ധങ്ങളെ ഒന്ന് ചേർക്കാൻ പോകട്ടോ. ഉടഞ്ഞു പോയി ഒരു ബിസിനസ്, ഒരു ബോർഡൊക്കെ ദൈവം എന്നെ കാണിക്കുന്നു. ഒരു ബോർഡ് ആമേൻ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഒരു കാര്യമുണ്ടാകും. അത് തമ്പുരാൻ ഒന്ന് വിപുലപ്പെടുത്താൻ പോവാം. ചില ബന്ധങ്ങളോട് തരാൻ പോവാം. ആമേൻ. ഒരു അസാധാരണമായ രീതിയിൽ ആ ബിസിനസ് മേഖല ഒന്ന് വർദ്ധിച്ചു വരുന്നതായിട്ട് ദൈവം കാണിക്കും. ദൈവത്തെ സൂചിച്ചാട്ടെ, സന്തോഷത്തോടെ കർത്താവിനെ സൂചിച്ചാട്ടെ. ദൈവം ചില കാര്യങ്ങൾ നമുക്ക് വേണ്ടി ഒരുക്കും, നമുക്ക് വേണ്ടി ഒരുക്കും, നമുക്ക് വേണ്ടി ദൈവം ഒരുക്കുന്നു. സ്തോത്രം പറഞ്ഞാട്ടെ. നമുക്ക് വേണ്ടി. പെട്ടകത്തിനകത്ത് നോഹയും മക്കളും മൃഗങ്ങളും കൂടെ എത്ര ദിവസം കിടന്നെന്ന് ആർക്കെങ്കിലും അറിയാമോ? നോഹയും മക്കളും മൃഗങ്ങളും കൂടെ പെട്ടകത്തിൽ എത്ര ദിവസം ഉണ്ടായിരുന്നു? വെളിയിൽ ഇറങ്ങാതെ എത്ര നാളുണ്ടായിരുന്നു? ആർക്കെങ്കിലും അറിയാമോ? ഇല്ല. കുറിച്ച് വെച്ചു. ഇനി ഒരാൾ കൂടെ വന്ന് ചോദിച്ചാൽ നിങ്ങൾ അറിയാതെ പോയി. നല്ല ചർച്ച ചെയ്തത് 377 ദിവസം. എത്ര? 377 ദിവസം. പെട്ടകത്തിന്റെ വലിപ്പം അറിയാവുന്ന ആരെങ്കിലും കൂടെ ഉണ്ടോ? ഇല്ല. നമ്മുടെയൊക്കെ വീടിന്റെ വലിപ്പം എത്ര? 2500 സ്ക്വയർ ഫീറ്റ്, 2000 സ്ക്വയർ ഫീറ്റ്, 1500 സ്ക്വയർ ഫീറ്റ്. ഇതൊക്കെയാണ് നമ്മുടെ വീടിന്റെ വലിപ്പം. പെട്ടകത്തിന്റെ വലിപ്പം 1,40,000 സ്ക്വയർ ഫീറ്റ്. പെട്ടകത്തിന്റെ വലിപ്പം 1,40,000. പെട്ടകത്തിൽ എത്ര മനുഷ്യരുണ്ടായിരുന്നു അറിയാമോ? ഇല്ല. എഴുതിയിട്ടോ? എഴുതുന്നില്ല. ഇപ്പോൾ സമയം കളയല്ല. 8 പേര്. എത്ര പേരാ? പെട്ടകത്തിൽ എത്ര മൃഗങ്ങൾ ഉണ്ടായിരുന്നു അറിയാമോ? അറിയത്തില്ല. 72,000. 377 ദിവസം 72,000 മൃഗങ്ങൾ അതിനകത്ത് കണ്ടിട്ട് ഒരു മൃഗം വേറൊരു മൃഗത്തെ പിടിച്ച് തിന്നില്ല. അതാ സഭ. അതാണ് സഭ. സിംഹമൊക്കെ എപ്പോ പോയിന്ന് തിന്നെന്ന് ചോദിച്ചാൽ കോഴിയൊക്കെ തിന്നുന്ന വമ്പൻ കുറുക്കന്മാരൊക്കെ അതിനകത്തുണ്ടായിരുന്ന, പക്ഷെ മാനസാന്തരപ്പെട്ടിട്ട് അകത്ത് കയറി. ഞാൻ ഇന്ന് ഒരു ദിവസം ഒന്നും വൈകിട്ടൊന്നും വന്ന് പ്രസംഗിച്ചാൽ തീരത്തില്ല. ഇപ്പൊ ഒരു സാമ്പിള് പോലെ, ഒരു അച്ചാറ് പോലെ ഇച്ചിരി വിളമ്പി എന്നുള്ളതേ ഉള്ളൂ. 2-3 ദിവസം പിന്നെ എപ്പോഴും വരാം.
കാര്യങ്ങൾ പറയാനായിട്ട് 2-3 ദിവസത്തേക്ക് പിന്നെ ഒരു സമയം. ഇതിപ്പം ചോറിന്റെ സൈഡിൽ ഒരു അച്ചാറ് പോലെ ഇച്ചിരി വളർത്തിയിട്ടൊക്കെ പോകാം. പ്രശ്നം സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. കൃപയിൽ നിറഞ്ഞ ദൈവത്തെ സ്തുതിച്ചാട്ടെ. തമ്പുരാൻ പറയാ, ആമേൻ, ഞാൻ നിന്റെ വായോട് കൂടെ ഇരിക്കും. ആമേൻ, ഞാൻ പറവൂന് നിന്നെ ദൈവമാക്കി വെച്ചിരിക്കുന്നു. ആമേൻ. അടുത്ത വാക്ക് ഇങ്ങനെയാണ്, അഹരോനെ ഞാൻ പ്രവാചകനാക്കി വെച്ചിരിക്കുക. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ദൂത് പറയാണ്, അവൻ മോശയെ ദൈവമാക്കി വെച്ചിട്ട് അഹരോനെ പ്രവാചകനാക്കി വെച്ചെന്തിനാ? മോശ പറയുന്നത് പോലെ അഹരോൻ അനുസരിക്കുമോ? കൃപയുള്ളവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ദൈവം ഉപയോഗിക്കാൻ തീരുമാനിക്കുമ്പോൾ നിന്നെ ഒരു അന്യഭാഷ പഠിപ്പിച്ചു വിടുന്ന കർത്താവല്ല. ദൈവം എന്തു ചെയ്തോ അത് നിന്നെ കൊണ്ട് ചെയ്യിക്കുന്ന ദൈവമാണ്. സാധാരണ രീതിയിൽ വിടാനല്ല. ദൈവം എന്ത് ചെയ്തോ അത് ചെയ്യിക്കാൻ. അവൻ സ്തോത്രം പറഞ്ഞ് കർത്താവിനെ സ്തുതിച്ചാട്ടെ. കൃപയിൽ നിറഞ്ഞ ദൈവത്തോട് സ്തുതിച്ചാട്ടെ. അവൻ ഒരു 2-3 കാര്യങ്ങൾ അവൻ ഒന്നുകൂടെ പറഞ്ഞ അതിനുശേഷം നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. ചെങ്കടലിന്റെ മുമ്പിൽ വന്ന് നിന്ന ആമേൻ, മോശ ചെങ്കടൽ നേരെ കൈ നീട്ടുകയാ. കയ്യിൽ വടിയുണ്ട്. ആമേൻ. ഇന്ന് രാത്രി പറയാം, നിന്റെ കൈ ദൈവത്തിന് കൊടുക്കാമെങ്കിൽ, ദൈവം ഉപയോഗിക്കാൻ പോകുന്നതിനെ നിന്റെ കൈ ദൈവത്തിന് കൊടുക്കാമെങ്കിൽ നീ നീട്ടുന്നിടത്ത് പ്രശ്നങ്ങളെ പിളർത്തി മാറ്റി. വലിയ കടൽ പോലെ സമാനമായി, ചെങ്കടൽ സമാനമായ പ്രശ്നങ്ങളെ പിളർത്തി മാറ്റി അതിന്റെ നടുവിലൂടെ നിനക്കൊരു വഴി തരുന്ന ദൈവം. അവൻ നിന്റെ കൈ ദൈവത്തിന് കൊടുക്കാൻ. അവൻ എത്ര പേര് ഇതിനകത്ത് പറയാം, ഞാൻ എന്റെ കൈ ദൈവത്തിന് കൊടുക്കുന്നു എന്നുള്ളവരെല്ലാം ഒന്ന് കരമുയർത്തി അല്ലേ പറഞ്ഞത്. ഈ കൈ ഉയർത്തിയ നിങ്ങൾ മുഴുവൻ ഈ കൈ ദൈവത്തിന് കൊടുക്കാൻ തീരുമാനിച്ചല്ലോ. ആ കൈ കൊണ്ട് ഇനി ആരുടെ നേരെ ചൂണ്ടാൻ പാടില്ല. ഒരു കുറ്റം ഈ കൈ ചൂണ്ടി നിങ്ങൾ പറയാൻ പാടില്ല. ഈ കൈ കൊണ്ട് ഒരു ദോഷവും പറയാൻ പാടില്ല. ഈ കൈ ആവശ്യമില്ലാതെ ഒരാളുടെ നേരെ അടിക്കാൻ നീട്ടാൻ പാടില്ല. ഒരാൾക്ക് നേരെ അവൻ വിരുദ്ധമായിട്ട് കൈ ഉപയോഗിക്കാൻ പാടില്ല. തമ്പുരാന് വേണ്ടി ഉപയോഗിക്കുന്ന കൈ ഈ ലോകത്തിന് ഒരു ദോഷത്തിന് ഞാൻ ഉപയോഗിക്കുന്നില്ല. ഈ കൈ ഒരു തെറ്റായ കാര്യത്തിന് ഞാൻ ഉപയോഗിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്താൻ. മക്കളെ, നല്ല കാര്യങ്ങൾ പറഞ്ഞാൽ ദേഷ്യം വരുമോ? ഇല്ലല്ലോ. ഈ കൈ ആർക്ക് കൊടുത്ത് നമ്മള്? ദൈവത്തിന് ഉണ്ട്. ആവശ്യമില്ലാത്തതൊന്നും യൂട്യൂബിനകത്ത് ഈ കൈ കൊണ്ട് തൊണ്ടുകയല്ല. അതിന്റെ മോൻ പറയട്ടെ, ഞാൻ ചോദിച്ചാ ഞാൻ പറഞ്ഞ ദേഷ്യം വരുമോ എന്ന് ഞാൻ ചോദിച്ചാ പറഞ്ഞ പ്രശ്നം. ഒരു മിനിറ്റ് മൗനമായിട്ട് കൊടുത്തിരിക്കുക, എല്ലാവർക്കും ചിന്തിക്കാൻ വേണ്ടി കൊടുത്തിരിക്കുക. ഈ ഹേരോദാവ് യോഹന്നാൻ സ്നാപകനെ കൊല്ലാനുള്ള കാരണം അറിയോ? ആക്ച്വലി യോഹന്നാൻ സ്നാപകന്റെ പ്രശ്നം ഹേരോദാവിന് യോഹന്നാൻ സ്നാപകന്റെ പ്രസംഗം ഇഷ്ടമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് യോഹന്നാനെ വിളിച്ച് ഹേരോദാവ് പ്രസംഗം കേൾക്കുമായിരുന്നു. അല്ലേ? അങ്ങനല്ലേ? എനിക്ക് തെറ്റോ? ഇടയ്ക്കിടയ്ക്ക് യോഹന്നാൻ സ്നാപകനെ വിളിച്ച് ഹേരോദാവ് എന്ത് കേൾക്കുമായിരുന്നു. ഹേരോദാവിന് ഇഷ്ടമായിരുന്നു. പക്ഷെ പുള്ളിക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് യോഹന്നാൻ മരിക്കേണ്ടി വന്നത്. എന്താണെന്നറിയോ? പുള്ളി പകല് യോഹന്നാനെ വിളിച്ച് പ്രസംഗം കേൾക്കും, രാത്രിയിൽ ഹേരോദ്യയുടെ ഡാൻസ് കാണുമായിരുന്നു. ഇല്ല, അങ്ങനെയാണ് ഡാൻസ് ആടിയപ്പോൾ അവിടെ യോഹന്നാന്റെ തല ചോദിച്ചത്. മക്കളെ, ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഈ ഹേരോദാവ് എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട മനുഷ്യനാണ്. എന്നാൽ അയാൾ ഇടയ്ക്കിടയ്ക്ക് യോഹന്നാനെ വിളിച്ച പ്രസംഗം കേൾക്കുമായിരുന്നു. അത് പകല്. രാത്രിയിൽ അന്നൊന്നും മൊബൈലൊന്നുമില്ല. ഹേരോദ്യ എന്ന് പറയുന്ന ആ കൊച്ചിന്റെ ഡാൻസ് അവിടെ അങ്ങനെ ഡാൻസ് ആടിക്കൊണ്ടിരുന്നപ്പോഴാണ് ഹേരോദാവ് ചോദിച്ചു, നിനക്ക് എന്ത് വേണം? ഉടനെ അവിടെ പറഞ്ഞു, യോഹന്നാൻ സ്നാപകന്റെ തല. ആ ഡാൻസ് കാണാൻ പുള്ളി പോയില്ലായിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാവരും അവിടെ ഇരുന്ന് പറ, ഞാൻ ഇനി ഡാൻസ് ആമൻ സ്വത്രം എന്ന് പറയാനല്ല ഞാൻ പറഞ്ഞ. വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ്. നിന്റെ കൈ ദൈവം ഉപയോഗിക്കാൻ. ഇത് നിങ്ങൾ വിശ്വസിക്കുന്നതല്ല. നിന്റെ കൈ നീട്ടിയിട്ട് നീ പറയാം, നോ, ഈ അതിന് എനിക്ക് കയറിപ്പോയില്ല. നിന്റെ വാക്കിന് അത്ര ശക്തിയാണ്.
ഒരു അഭിഷേകമുള്ള വ്യക്തിയുടെ അധികാരം എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. രാജ്യങ്ങളെ കീഴ്മേൽ മറിച്ചതാണ് അഭിഷേകത്തിന്. അമ്മേ സ്തോത്രം, സ്തോത്രം. രാജാവ് സിംഹത്തിന്റെ ഗുഹയുടെ വാതക്കൽ കല്ലിന് മുദ്ര വെച്ചു. ശരിയാണോ? കല്ലിന് മുദ്ര വെച്ചു. സിംഹക്കൂട്ടി കിടന്ന ദാനിയേൽ സിംഹത്തിന്റെ പല്ലിന് മുദ്ര വെച്ചു. ഈ അഭിഷേകത്തിന്റെ അധികാരം ഭയങ്കരമാണ്, ഭയങ്കരമാണ്. എനിക്ക് ഭയങ്കര ധൈര്യമാണ്. അവൻ നിന്റെ കണ്ണിനകത്തൊരു തീയുണ്ട്, നിന്റെ കണ്ണിനകത്തൊരു തീയുണ്ട്. നിന്റെ മുഖത്തൊരാളെങ്കിലും നോക്കുമ്പോൾ നിന്നെ കുറിച്ച് തെറ്റായ ഒരു ചിന്ത അയാൾക്ക് വരാതിരിക്കാൻ നിന്റെ കണ്ണിനകത്തിന് അഭിഷേകത്തിന്റെ തീ ഉണ്ടായിരുന്നു. അത് കത്തിക്കൊണ്ടിരിക്കണം. ഞാൻ യൂത്ത്സിന് ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ പറയുന്ന കാര്യമാണ്, നമ്മുടെ യുവജനങ്ങളെ അങ്ങനെ വേണമെങ്കിൽ എൻ്റെ കണ്ണിനകത്ത് നോക്കിയാൽ അവനും ഈ ലോകത്തിന് ഒരുത്തർക്കും അവൻ എന്നെ ഉപദ്രവിക്കാൻ പറ്റില്ല. എൻ്റെ കണ്ണിനകത്ത് തീരുന്നു. അതാ ദൈവശക്തി, അതാ അഭിഷേകം. അല്ലാതെ ചുമ്മാ ഇങ്ങനെ കൈയടിക്കുന്നത് മാത്രമല്ല, അഭിഷേകം അധികാരമാണ്. അപ്പൊ മോശ എന്ത് കൊടുത്തു? മോശയുടെ കൈ അടുത്തേക്ക് പോവാണ്. സൂര്യനെ നിർത്തിയതാരാ? അല്ല, ദൈവം. സൂര്യാന്ന് ഗിബെയോനിൽ എന്ന് പറഞ്ഞ് ആ സമയത്ത് സൂര്യനെ നിർത്തിയതാരാ? ദൈവം. അത് പറഞ്ഞതാരാ? യോശുവ. അപ്പൊ ഞാൻ ദൂത് പറയാൻ പോവാ. യോശുവ കയ്യല്ല കൊടുത്തത്, നാക്ക. ആമേൻ. യോശുവയുടെ നാക്ക് ദൈവത്തിന് കൊടുത്തപ്പോൾ അവൻ പറഞ്ഞപ്പോൾ സൂര്യൻ അസ്തമിച്ചില്ല. ഓ, ഇവിടെ ഇരിക്കുന്നവരോട് ഞാൻ പറയുന്നു, നിന്റെ നാക്ക് ദൈവത്തിനൊന്ന് കൊടുക്കാൻ മനസ്സുള്ള എത്ര പേരിനകത്തുണ്ട്? എന്റെ നാക്ക് ഞാൻ ദൈവത്തിന് കൊടുക്കും. ഇപ്പോൾ മുതൽ നീ പറയുന്നത് മുഴുവൻ ദൂതായിരിക്കും. അവൻ നിന്റെ നാക്കൊന്ന് ദൈവത്തിന് കൊടുത്തേ, നിന്റെ നാക്ക് കർത്താവിനൊന്ന് കൊടുത്തേ, ആ നാക്കൊന്ന് ദൈവത്തിന് കൊടുത്തേ, നാക്കൊന്ന് ദൈവത്തിന് കൊടുത്തേ. എല്ലാവരും ഒരു കല്ലും നാക്കൽ തൊട്ടേ, ഒന്ന് തൊട്ടേ, നാക്കൽ തൊട്ടേ. ഈ ആദ്യം ഒന്ന് വിളിച്ചാൽ അല്ലേ, അല്ലേ, ആ നാക്കൽ തൊട്ടേ. എല്ലാവരും തൊട്ടല്ലോ. കൈ വിട്ടു. നിങ്ങൾ നിങ്ങളുടെ നാക്കൽ തൊട്ടിട്ട് ഇനി നിങ്ങൾ പറയാൻ വേണം, എന്റെ നാവ് പറഞ്ഞ കർത്താവിന് കൊടുക്കുന്നു. ആ നാവ് കൊണ്ട് ഇനി ദൈവത്തിന് ഇഷ്ടമല്ലാത്തത് ഞാൻ പറയില്ല. ഒന്ന് കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഒന്ന് കരമടിച്ച് നിന്റെ നാവ് പ്രവചനത്തിന്റെ നാവായി മാറട്ടെ, അത്ഭുതത്തിന്റെ നാവായി മാറട്ടെ, വിടുതലിന്റെ നാവായി മാറട്ടെ, കൃപയുള്ള നാവായി മാറട്ടെ, അസാധാരണ ദൈവശക്തിയുള്ള നാവായി മാറട്ടെ. മോശ തന്റെ കൈ കൊടുത്തപ്പോൾ ആ കൈ എവിടെയെല്ലാം ഉയർത്തിപ്പിടിച്ചു അവിടെ യുദ്ധം ജയിച്ചു. ആ കൈ എവിടെയെല്ലാം നീട്ടിയോ അവിടെയെല്ലാം അത്ഭുതങ്ങൾ നടന്നു. അവൻ ഇന്ന് ആ നാവ് എവിടെയെല്ലാം ഉപയോഗിച്ചു അവിടെയെല്ലാം നാവിന്റെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു. അവൻ സ്തോത്രം പറഞ്ഞാട്ടെ, സ്തോത്രം പറഞ്ഞാട്ടെ, സ്തോത്രം പറഞ്ഞാട്ടെ. കൃപയിൽ നിറഞ്ഞ ദൈവത്തെ സ്തുതിച്ചാട്ടെ. നിങ്ങൾ വിശ്വസിക്കുക. അപ്പോസ്തലനായ പൗലോസ് തന്നെ മുഴുവനായിട്ട് വിട്ടുകൊടുത്തു. തന്റെ കയ്യിലിരുന്ന് ഊർമാല് പ്രാർത്ഥിച്ചിട്ടടത്ത് രോഗികൾ സൗഖ്യമാകാൻ തുടങ്ങി. അവൻ പത്രോസ് നടന്നു പോയിടത്ത് തന്റെ നിഴല് തട്ടിയെടുത്ത് സൗഖ്യം വ്യാപരിക്കാൻ തുടങ്ങി. ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി ഇവിടെ വിളിച്ചു പറയുന്നു, നിന്റെ കൈ ദൈവത്തിന് കൊടുക്കുക, നിന്റെ നാക്ക് ദൈവത്തിന് കൊടുക്കുക, നിന്റെ വാക്കുകൾ ദൈവത്തിന് കൊടുക്കുക, നിന്റെ കാലുകൾ ചവിട്ടുന്നിടത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. നിന്റെ ഊർമാൽ, നിന്റെ കൈയുടെ ഊർമാൽ, നിന്റെ വസ്ത്രം തുടർന്നിടത്ത് പോലും അതിന് മേൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. നീ നടന്നു പോകുമ്പോൾ നിന്റെ നിഴലിൽ പോലും ആ ദൈവത്തിന് ആത്മാവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാണ്, ദൈവത്തെ സ്തുതിച്ചാണ്. എല്ലാവരും ദൈവം ഉപയോഗിക്കുന്നവരായി മാറട്ടെ. ഈ സഭയ്ക്കകത്ത് മുഴുവൻ പേരും ഈ പ്രാവശ്യം നടക്കുന്ന 7 ദിവസം അല്ലേ ഈ മീറ്റിംഗ് ഒരു അസാധാരണ മീറ്റിംഗ് അങ്ങോട്ട് വിശ്വസിക്കാൻ തുടങ്ങുന്നുണ്ട്. അതിന്റെ തുടക്കത്തിന് 2-ാം ദിവസമായിട്ടുള്ളൂ. ആമേൻ. വരും ദിവസങ്ങളിലൊക്കെ എന്നേക്കാൾ ശ്രേഷ്ഠന്മാരെ ദൈവപുത്രന്മാരെ വരുന്നത്. അസാധാരണമായി ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുക. കർത്താവ് അനേകരെ കരങ്ങളിലിട്ട് ഉപയോഗിക്കാൻ പോകുക. ഹല്ലേലൂയ.
ഞാൻ ദൈവത്തിന്റെ ഇൻസ്ട്രുമെന്റായി, ദൈവത്തിന്റെ ഉപകരണമായി മാറുമെന്ന് ഉറപ്പുള്ളവർ, ഞാൻ ദൈവത്തിന്റെ ഉപകരണമായി മാറുമെന്ന് ഉറപ്പുള്ളവരുണ്ട്. ആമേൻ. ദൈവം രാത്രി ചോദിക്കുക, അത് ചോദിച്ചിട്ട് ഞാൻ നിർത്താം. ആ വാക്യം കൂടെ വായിക്കാം. യോബിന്റെ പുസ്തകം 22-ാം അധ്യായം അതിന്റെ 2-3 വാക്യങ്ങൾ. ഒരു 4 ചോദ്യങ്ങൾ അതിനകത്തുണ്ട്, മറക്കല്ലേ. 4 ചോദ്യങ്ങൾ. വീട്ടിൽ ചെന്ന് വീണ്ടും നിങ്ങളത് വായിക്കണം. എസ്പെഷ്യലി യൂത്ത്സ്, യുവജനങ്ങളെല്ലാം അത് വായിക്കണം. ബുക്ക് ഓഫ് ജോബ് ചാപ്റ്റർ 22 22-ാം അധ്യായം 2-3. മനുഷ്യൻ ദൈവത്തിന് ഉപകാരമായി വരുമോ? ഒരു ചോദ്യം ചോദിക്കാം. മനുഷ്യ, എന്നെ എല്ലാവരും ഒന്ന് നോക്കൂ. എൻ്റെ പേര് കെ എബ്രഹാം. ബൈബിൾ എടുത്ത് പ്രസംഗിക്കാൻ പറഞ്ഞിട്ട് 40 വർഷം. 40 വർഷം ഞാൻ ഇന്ന് നിങ്ങളുടെ കാല് കഴുകാൻ തയ്യാറാണ്. ഞാൻ നിങ്ങളുടെ കാല് കഴുകാൻ വരെ തയ്യാറാണ്. ദൈവത്തിന് വേണ്ടി നിങ്ങൾ പ്രയോജനപ്പെടണം. അത്രയ്ക്ക് എനിക്ക് ആഗ്രഹമുണ്ട് നിങ്ങൾ എല്ലാവരും ദൈവത്തിന് പ്രയോജനപ്പെടണം. തമ്പുരാൻ ചോദിക്കാൻ നിങ്ങളോട്, ഈ സഭയോട് ചോദിക്കാൻ, മനുഷ്യ നിങ്ങൾ അച്ഛമക്കളെ ദൈവത്തിന് ഉപകാരമായി വരുമോ? നിങ്ങൾ എത്ര ഉപകാരം ദൈവം ചെയ്തിട്ടുണ്ടോ? തമ്പുരാൻ ചെയ്ത ഉപകാരങ്ങൾക്ക് വലിയ കണക്കുണ്ട്. തമ്പുരാൻ ചോദിക്കുക, നിന്നെ കൊണ്ട് എനിക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടാകും? ആ ചോദ്യം നിങ്ങളുടെ മനസ്സിലൊന്നും വന്നേ. നമ്മൾക്ക് ചങ്കുകൂട്ടത്തിൻ്റെ അഖിലാണ്ടത്തിന് ഉടനെ ചോദിക്കുക. 7 സമുദ്രങ്ങളുണ്ടാക്കിയ ദൈവം ചോദിക്കുക, മോളെ നിന്നെ കൊണ്ട് എനിക്ക് എന്തെങ്കിലും ഉപകാരം വരുമോ? നീ എനിക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യുമോ? കർത്താവ് ചോദിക്കുക. അടുത്ത വാക്യം, ജ്ഞാനിയായവൻ തനിക്ക് തന്നെ ഉപകരിക്കുകയുള്ളൂ. ജ്ഞാനിയായവൻ എന്ന് പറഞ്ഞാൽ ഇവൻ ജ്ഞാനിയായത് അങ്ങനെ. നീ എല്ലാ പരീക്ഷയ്ക്കും പാസ്റ്ററോട് പ്രാർത്ഥിക്കാൻ പറയും, സഭയോട് പ്രാർത്ഥിക്കാൻ പറയും, അപ്പൻ പ്രാർത്ഥിക്കാം, അമ്മ പ്രാർത്ഥിക്കാം, എല്ലാവരും പ്രാർത്ഥിക്കും, നീ ജയിക്കും. അങ്ങനെ നിനക്ക് അറിവ് കിട്ടി. നിന്റെ പേരാണ് ജ്ഞാനി. നിന്റെ പേരാണ്. തമ്പുരാൻ ചോദിക്കാം, നിന്നെ ഞാൻ എന്തിന് ജ്ഞാനിയാണ്? ചോദിക്കാം, ബഹുമാനപ്പെട്ട ജ്ഞാനിയെ, നിന്നെ കൊണ്ട് എനിക്ക് എന്തെങ്കിലും ഉപകാരം വരും? ചോദ്യം നമ്പർ 3. നീ നീതിമാനായാൽ. നീതിമാൻ എന്ന് പറഞ്ഞാൽ വീടി വലിക്കത്തില്ല, കള്ളു കുടിക്കത്തില്ല, ആരടുത്തും വഴക്കുണ്ടാക്കാൻ പോകത്തില്ല. സഭയിലെ നീതിമാൻ, മനസ്സിലായോ? പക്ഷെ വരും, ഇരിക്കും, പോകും. അതാണ് നീതിമാൻ. പുള്ളി ചോദിക്കുന്നത്, എന്നെ കൊണ്ട് ഉപദ്രവമൊന്നുമില്ലല്ലോ, ഞങ്ങൾ പറയുന്നത് ഉപകാരമൊന്നുമില്ലല്ലോ, എന്നെ കൊണ്ട് സഭയ്ക്ക് ഉപദ്രവമൊന്നും ഇല്ലല്ലോ. ഞങ്ങൾ കർത്താവ് ചോദിക്കുന്നത്, നിന്നെ കൊണ്ട് ഉപദ്രവമില്ല, പക്ഷെ ഉപകാരം എന്തെങ്കിലും ഉണ്ടോ? ബഹുമാനപ്പെട്ട നീതിമാനെ, മനുഷ്യ നീ ദൈവത്തിന് ഉപകാരമായി വരുമോ? 2, ജ്ഞാനിയെ, നിന്നെ ഞാൻ ജ്ഞാനിയാക്കിയത് കൊണ്ട് എനിക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? 3, നീതിമാനായവനെ, സർവശക്തന് നിന്നെ കൊണ്ട് എന്തെങ്കിലും പറയുന്നുണ്ടോ? ചോദ്യം നമ്പർ 4, ക്വസ്റ്റ്യൻ നമ്പർ 4, നിഷ്കളങ്കനായതുകൊണ്ട്. നീ നിഷ്കളങ്കനായി നടക്കുന്നതിനാൽ. നീ നിഷ്കളങ്കനായി. പച്ചവെള്ളം പുളി ചവച്ചേ കുടിക്കും. നിഷ്കളങ്കനാണ്. പുള്ളിയുടെ തലമുടിയിൽ ഒരു ഉറുമ്പ് കയറിയാൽ പുള്ളി ഉറുമ്പിനെ കൊല്ലത്തില്ല, തലമുടി ഉറുമ്പ് കൂട്ടി കൊണ്ടുവച്ചാൽ ഉറുമ്പിനെ ഇറങ്ങിപ്പോകാൻ. എനിക്കത് സഭയിൽ നല്ല മനുഷ്യരുണ്ട്. ഈ സഭയ്ക്കകത്തിരിക്കുന്ന ഒത്തിരി പേരെ നോക്കിയിട്ട് ഞാൻ പറയുന്നത്, നിങ്ങൾ നല്ല മനുഷ്യരാണ്, നിങ്ങളുടെ പേരാണ് നിഷ്കളങ്കൻ. എന്തുവാ? തമ്പുരാൻ ചോദിക്കുന്നത്, എനിക്ക് നിഷ്കളങ്കനെ അല്ല വേണ്ടേ, എനിക്ക് സഭയ്ക്കകത്ത് കുറെ നീതിമാന്മാരെ അല്ല വേണ്ടേ, എനിക്ക് വേണ്ടത് എനിക്ക് പ്രയോജനമുള്ളവരെ. എന്നാ ബ്യൂട്ടിഫുൾ ആ വാക്യം, എന്താ ബ്യൂട്ടിഫുൾ. ഇതൊക്കെ നിങ്ങൾ കമ്പ്യൂട്ടറിൽ പ്രിന്റ് എടുത്ത് വീട്ടിൽ വിളിച്ചു. ദൈവത്തിന് കുറെ നീതിമാന്മാരെ, വീട് വലിക്കാത്തവനെ, കണ്ടുപിടിക്കാത്തവരെ, അതെത്രയോ പേരുണ്ട്. അവരല്ല ദൈവത്തിന് പ്രയോജനം. എന്തെങ്കിലും ഒരു ട്രാക്ട് കൊടുക്കാൻ, എവിടെയെങ്കിലും കർത്താവിന് വേണ്ടി എന്തെങ്കിലും ഒരു പ്രയോജനം ചെയ്യാൻ. അമ്മേ, ഒന്നുമില്ലെങ്കിൽ അലമാരിക്കകത്ത് കിടക്കുന്ന 4 ചുരിദാർ പൊതിഞ്ഞുകൊണ്ട് വന്ന് ആർക്കെങ്കിലും കൊടുക്കാൻ. അത് അവിടെ കിടന്ന് പാറ്റാൻ അടിച്ചു പോകാതെ
മതിയല്ലേ? ഏകദേശമൊക്കെ ആയി. സന്തോഷമാണോ? ഐ ലവ് യു ഓൾ. നിങ്ങൾ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഞാൻ നിങ്ങളെ സ്നേഹിക്കും. എൻ്റെ ആഗ്രഹം നാളെ ദേവദാസനോട് പറയണം, പാസ്റ്ററെ സഭ അനുഗ്രഹിക്കപ്പെട്ടു. ഞങ്ങളുടെ സഭ ഇപ്പോൾ എവിടെ ചെന്ന് പ്രാർത്ഥിച്ചാലും വിടുതലാണ് എന്ന് പറയണം. എല്ലാവരും പറയണം. നിങ്ങളെ കൊണ്ട് പ്രാർത്ഥിക്കാൻ ചെല്ലുന്നത് പറയണം, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ വിടുതൽ. ഹല്ലേലൂയ. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവരും മനസ്സ് പറയണം, ഞാൻ കർത്താവിൻ്റെ ഒരു ഉപകരണമായി മാറാൻ. എനിക്ക് അറിവ് തന്ന ദൈവത്തിന് വേണ്ടി, എനിക്ക് കഴിവ് തന്ന ദൈവത്തിന് വേണ്ടി, എനിക്ക് നന്മ തന്ന ദൈവത്തിന് വേണ്ടി, എനിക്ക് ഉപകാരം ചെയ്ത ദൈവത്തിന് വേണ്ടി ഞാനും ഒരു ഉപകാരമായി മാറുവാൻ, ഞാനൊരു ഉപകരണമായി മാറുവാൻ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. പല രണ്ടിലെ പഠനം പഠിയല്ലോ.